കേരളത്തിലെ 20 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പ് ഇന്ന് ശക്തമായ രീതിയിൽ രാവിലെ 7 മണി മുതൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ജനങ്ങളുടെ വലിയ നിരകളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സ്ത്രീജനങ്ങളും പുരുഷന്മാരും അടക്കം വലിയ ചൂടിനെ അവഗണിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്യുവാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. 5 മണി മുതൽ പോളിംഗ് ഓഫീസർമാരെല്ലാവരും റെഡിയായി കഴിഞ്ഞു. 5:30 മണി മുതൽ മോക്ക് പോളിംഗ് ആരംഭിച്ചു. 7 മണിക്ക് തന്നെ വോട്ടെടുപ്പുകൾ ആരംഭിച്ചു. ചില ബൂത്തുകളിലൊക്കെ വളരെ സാവധാനമാണ് വോട്ടിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും എറണാകുളം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ ഹൈബി ഈഡനും ഷൈൻ ടീച്ചറും ബൂത്തുകളിൽ എത്തി ജനങ്ങളുമായിട്ട് സംവദിക്കുവാനായിട്ടുള്ള ഒരു അവസരം കൂടെ ഈ അവസാന നിമിഷവും അവർ പാഴാക്കുവാനായിട്ട് തയ്യാറായില്ല. അവർ അതിന് തയ്യാറെടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ജനങ്ങളെല്ലാവരും ഈ ചൂടിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ആവേശത്തോടു കൂടെയാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെന്ന മേഖലകളിലെല്ലാം ജനങ്ങളുടെ വലിയ വിശ്വാസം നേടിയെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും മനോഹരമായ റെസ്പോൺസാണ് പബ്ലിക്കിൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്നത്. ഇന്ന് കാണുന്ന വോട്ടിങ്ങിൻ്റെ ടേൺ ഔട്ടും കാണുമ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഗുണം ചെയ്യും. ഒരു വലിയ വിജയത്തിലേക്ക് എറണാകുളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയം നേടാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണത്. ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ ഒരു മുന്നേറ്റം എങ്ങനെയായിരുന്നു? അതിപ്പോൾ ഇനിയും ഒരുപാട് ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ പറ്റും. നമസ്കാരം. ഒരാളെ കൊണ്ട് നമസ്കാരം. 62 ദിവസമാണെന്ന് ശരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പോണു. നല്ല രീതിയിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് കഠിന ചൂടാണെങ്കിൽ പോലും എത്തുന്നു. ഇന്ത്യയെ വീണ്ടെടുക്കാൻ, മതനിരപേക്ഷ ഇന്ത്യയെ വീണ്ടെടുക്കാൻ, ജനാധിപത്യ ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ ഏറ്റവും ശക്തമായ രീതിയിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് എല്ലാ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത്. സ്ത്രീകളുടെയൊക്കെ നല്ല നീണ്ട നിര കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അതിൻ്റെ നീളവും വണ്ണവും ഒക്കെ വർദ്ധിക്കും. ജനങ്ങൾ കൃത്യമായി അവരുടെ പൗരാവകാശം രേഖപ്പെടുത്തും എന്നാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം സ്ത്രീജനങ്ങളുടെ വലിയ ക്യൂ ആണ് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും കാണുവാനായിട്ട് സാധിച്ചത്. ജനാധിപത്യത്തിലുള്ള വലിയ വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്യുവാനായിട്ട് കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് തന്നെ എത്തിച്ചേരുന്നത്. വൈകുന്നേരമാകുമ്പോൾ കൂടുതൽ ആളുകൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വിശ്വാസമാണ് ഇവിടെ എല്ലാവരും വെച്ചു പുലർത്തുന്നത്. കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റിബല്ലോ.